വേണുവകീലിന്റെ അമ്മ ഒരു ദിവസം തട്ടിന്റെ മുകളിൽ നിന്ന് പാമ്പിനെ കണ്ട് പേടിച്ച് താഴെ വീഴുന്നുണ്ട്. കാലങ്ങനെ ഫ്രാക്ചർ ആവുന്നുണ്ട്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ 50,000 രൂപ ബില്ല് കെട്ടേണ്ടവരാണ്. എന്നാൽ ഇവനക്ക് 36 വയസ്സായെങ്കിലും അധികം ഒന്നും സമ്പാദിച്ചിട്ടുണ്ടായിരുന്നില്ല. LLB ഒക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ഒരു കേസും കിട്ടിയിട്ടില്ല. അങ്ങനെ ആശുപത്രി വെച്ചിട്ടാണ് ഒരു ഏജന്റ് ഒരുപാട് പേഷ്യൻസിന്റെ പൈസ അടയ്ക്കുന്നത് ഇവൻ കാണുന്നത്. അതെന്താണെന്ന് അന്വേഷിക്കുമ്പോൾ ആക്സിഡന്റ് പറ്റിയ ആൾക്കാർക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടുമല്ലോ, അത് വാങ്ങി കൊടുക്കാനുള്ള വക്കാലത്ത് ഒപ്പിടിപ്പിച്ച് അവരുടെ ബില്ല് അടയ്ക്കുന്നതാണ് ഇതെന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഉണ്ണിയും ഇവരുടെ കൂടെ കൂടി അമ്മയുടെ കേസ് ഒരു ആക്സിഡന്റ് ആക്കി അതിന്റെ ക്ലൈമിന് വേണ്ടി വക്കാലത്ത് ഒപ്പിടിച്ചു കൊടുത്ത് അവന്റെ ബില്ലെല്ലാം അവർ അടയ്ക്കാണ്. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വേണു എന്ന് പറഞ്ഞൊരു വക്കീലാണ്. ആ വക്കീലിന്റെ കൂടെ നടന്ന് അവൻ ഈ കാര്യങ്ങളെല്ലാം പഠിക്കുന്നുണ്ട്. വക്കീലിനെല്ലാം കഴിഞ്ഞ് 1.5 ലക്ഷം രൂപയോളം ലാഭം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉണ്ണി വക്കീലും ഇനി മുതൽ ആ ഒരു വർക്ക് ചെയ്യാമെന്ന് കരുതാണ്. ആ ഹോസ്പിറ്റലിലെ കേസ് വരുന്നത് നോക്കി നിൽക്കാണ് അവന്. കേസ് വരുന്നുണ്ടെങ്കിലും ഇവൻ പോയി സംസാരിച്ചിട്ട് ആരും കൺവിൻസ് ആവുന്നില്ല. കറക്റ്റ് സമയത്ത് വേണു വക്കീൽ അവിടെ എത്തി എല്ലാ കേസും അവൻ എടുക്കാണ്. അവസാനം ആംബുലൻസ് ഡ്രൈവറിന് കമ്മീഷൻ കൊടുത്ത് ഒരു കേസ് അവനക്ക് കിട്ടുന്നുണ്ട്. ആംബുലൻസിൽ അയാൾ മയങ്ങിക്കിടക്കുന്ന സമയത്ത് തന്നെ മരിക്കാൻ കിടക്കുന്ന അയാളുടെ കയ്യിൽ നിന്ന് വക്കാലത്ത് ഒപ്പിടിച്ച് വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ പിറ്റേ ദിവസം വേണു വക്കീല അയാളോട് നേരിട്ട് സംസാരിച്ച് ആ ഒരു വക്കാലത്ത് എഴുതിക്കുന്നുണ്ട്. അങ്ങനെ അത് ഡ്യൂപ്ലിക്കേറ്റ് വക്കാലത്താവാണ്. ഇത് കരിയറിന് തന്നെ വലിയ പ്രശ്നമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവന്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള ജ്യോതി ബ്രേക്കപ്പ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഓൾറെഡി ജ്യോതിനെ അവനക്കും അടുത്തിട്ടുണ്ടായിരുന്നു. അവളെ ഒഴിവാക്കാൻ വേണ്ടി നിൽക്കായിരുന്നു അവൻ. അങ്ങനെ ആ ഒരു കേസ് വാദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആക്സിഡന്റ് പറ്റിയ ഒരാളാണെന്ന് വെച്ചാൽ വേണു വക്കീൽ വാദിച്ചിട്ടുണ്ടെങ്കിൽ പൈസ കിട്ടൂല എന്ന് വിചാരിച്ച് ഉണ്ണി വക്കീലിന്റെ പേര് പറഞ്ഞു. അങ്ങനെ ആ ഒരു വേണു വക്കീലിന്റെ ജോലിക്ക് ആപ്പ് വെക്കുന്നുണ്ട്. പിന്നീട് അങ്ങനത്തെ എല്ലാ കേസും ഉണ്ണി വക്കീലിന് കിട്ടാനായിട്ട് തുടങ്ങാണ്. നല്ല രീതിയിൽ അവനിങ്ങനെ പൊക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം വേണു വക്കീൽ ആ ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റി ഗാർഡ്സിനൊക്കെ പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉണ്ണി വക്കീലിന്റെ ഒരു 25 ലക്ഷത്തിന്റെ ക്ലയന്റിനെ വേണു വക്കീലാണ് പിടിക്കുന്നത്. ഈ ദേശത്തിൽ ഒരു പാമ്പിനെ വേണു വക്കീലിന്റെ കാറിൽ കൊണ്ടുപോയിട്ട് ഉണ്ണി വക്കീല് വേണു വക്കീലിനെ കൊന്നു കളയാണ്. പിന്നീട് ആ ഒരു സെക്യൂരിറ്റി കോൺട്രാക്ട് അവന്റെ പേരിലേക്ക് മാറ്റുന്നുണ്ട്. വിൻസെന്റ് എന്ന് പറഞ്ഞ ഒരു ഡോക്ടർ ഇവനക്ക് എപ്പോഴും പ്രശ്നമായി നിൽക്കുന്നതുകൊണ്ട് തന്നെ വിൻസെന്റ് ഡോക്ടർ വൺ സൈഡ് ആയിട്ട് ലവ് ചെയ്യുന്ന മീനാക്ഷിയെ പോയി പ്രപ്പോസ് ചെയ്ത് ഉണ്ണി അവളെ കറക്റ്റ് ചെയ്ത് അവര് രണ്ടുപേരുടെ എൻഗേജ്മെന്റും കഴിയുന്നുണ്ട്. ഇപ്പൊ ഒരു കേസിൽ അവൻ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാണ്. അത് ജഡ്ജ് കണ്ടുപിടിക്കുന്നുമുണ്ട്. ജഡ്ജ് തന്നെ ഡയറക്റ്റ് സാക്ഷിയായി കാണും. അതുകൊണ്ട് ആ ഒരു കേസിൽ അവൻ പെട്ടു എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ തോൽക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണെന്ന് ഉണ്ണി വിചാരിക്കുന്നുണ്ട്. തന്റെ ഭാര്യയുടെ കൂടെ കല്യാണം കഴിഞ്ഞ ഹണിമൂണിന് പോകാൻ നിൽക്കുന്ന ഉണ്ണി ഡ്രൈവർ കുടിക്കാനായി എടുത്ത മിറണ്ടയിലും ഉറക്ക ഗുളിക കലർത്തുന്നുണ്ട്. ആ ഒരു സമയത്താണ് ആ ജഡ്ജിനെ വേറെ എന്തോ ഒരു കേസിൽ സസ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജഡ്ജി ഇനി സാക്ഷി പറയാനായിട്ട് വരില്ല. വന്നാൽ അതിന് 0 വാല്യൂ ആണ്. പക്ഷെ ഇതിനോടകം തന്നെ ഡ്രൈവർ മിറണ്ട കുടിച്ചിട്ടുണ്ടായിരുന്നു. വണ്ടി അങ്ങനെ ആക്സിഡന്റ് ആവുന്നുണ്ട്. പക്ഷെ ആ വണ്ടിയിലുള്ള ആർക്കൊന്നും പറ്റിയില്ല. വേറെ ഒരു വണ്ടി നിയന്ത്രണം വിട്ടുപോയി ഇടിക്കുന്നുണ്ട്. അതിൽ 32 കുട്ടികളാണ് ഉള്ളത്. അവരുടെ എല്ലാവരെയും വക്കാലത്ത് ഒപ്പിടിച്ച് വാങ്ങാനായിട്ട് ഉണ്ണി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലിലെ കറണ്ട് കളയുന്നുണ്ട്. ആംബുലൻസിലെ വെള്ളം ഒഴിച്ചിടുന്നുണ്ട്. അവസാനം എല്ലാ കോൺട്രാക്റ്റും അവനക്ക് തന്നെ കിട്ടാണ്. തന്റെ കാമുകി ആഗ്രഹിച്ചിരുന്ന ഒരു റൂം 1.5 കോടി കൊടുത്ത് അവൻ വാങ്ങിക്കുന്നുണ്ട്. അവൻ ഇട്ടിട്ട് പോയ ആ ഒരു കാമുകി ഇപ്പോഴും എവിടെ എത്താതെ ആകെ ഫെയിലിയർ ആയിട്ട് നടക്കാണ്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ദുഷ്ടതരം ചെയ്യുന്നവർക്കാണോ ദൈവം നല്ലത് വരുത്തുന്നത്? എന്തായാലും ഒന്ന് കമന്റ് ചെയ്യാം. പിന്നെ ഈ മൂവിയുടെ ഫുൾ പാർട്ട് ഫുൾ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ കാണാൻ താഴെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.